പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ് 1 കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്കതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ടോപ്പിക്സാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ക്ലാസ് 1 ടൈപ്സ് ഓഫ് ലോഡ്സിനെ കുറിച്ചും ടൈപ്സ് ഓഫ് സപ്പോർട്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബീംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ ഒരു ഏരിയയിൽ വരുന്ന നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടുഡേ അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ കാണുന്ന പോലെ തന്നെ ഷിയർ ഫോഴ്സും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റിനെ കുറിച്ചുമാണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിനെ കുറിച്ചാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഷിയർ ഫോഴ്സും അതുപോലെ തന്നെ എന്താണ് ബെൻഡിങ് മൊമെൻറ്റും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ച് നോക്കാം. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ the algebraic sum of the forces acting to the right or left of the section is known as shear force at that section. ഇപ്പോൾ നമുക്കിങ്ങനെ പറയുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതായത് algebraic sum of the forces acting to the right അല്ലെങ്കിൽ left of the section is known as shear force. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അത് ക്ലിയർ ആക്കാനായിട്ട്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ടൈപ്സ് ഓഫ് ബീംസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് ഒരു ബീം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ടൈപ്പ് ബീമാണ് അല്ലേ. അതായത് ഈ ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ട് ഇത്ര നീളത്തിലുള്ളൊരു ബീമാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും വരുന്നൊരു ബീമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അത് കാൻഡിലീവർ ബീമാണ് അല്ലേ. അത് സിംപ്ലി സപ്പോർട്ടല്ല, SSB അല്ല, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് സപ്പോർട്ടല്ല, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ബീമല്ല, ഇതൊന്നുമല്ല. ഏതാണ് വരുന്നത്? നമ്മുടെ കാൻഡിലിവർ ബീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കാൻഡിലിവർ ബീമിൽ നമ്മൾ ഫ്രീ എൻഡിൽ പോയിൻ്റ് ലോഡ് കൊടുക്കുന്ന ഒരു കേസ് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഫിഗർ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ സെയിം നോക്കുക, ഈ ഒരു വാളിൻ്റെ മേലെ ഒരു ബീം ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇവിടെയാണ് ഫിക്സ് ചെയ്തത്. അതായത് ഈ എൻഡ് ഫ്രീ ആയി നിൽക്കുന്നു. സോ ഇതും എന്താണ്, ഒരു കാൻഡിലിവർ ബീമാണ്. അപ്പോൾ ഇവിടെ ലോഡ് നോക്കുക, ലോഡ് ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പം എന്താണ്, അവിടെ ഒരു പോയിൻ്റ് ലോഡല്ല വരുന്നത്, അവിടെ യൂണിഫോമിലി ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് ഈ ഒരു ബീമിൻ്റെ മേലെ മൊത്തത്തിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ഫിഗർ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി മനസ്സിലാക്കേണ്ടത് ശരിക്കും എന്താണ് ഷിയർ ഫോഴ്സ് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ശരിക്കും ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഫിഗർ വെച്ച് അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും അല്ലേ, ഇവിടെ ഒരു വാളുണ്ട്. ആ വാളിൻ്റെ മേലെ നമ്മൾ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചുള്ള കാൻഡിലിവർ ബീമാണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ കാൻഡിലിവർ ബീം ഉണ്ടാക്കിയുള്ളത് ഇവിടെ കാണുന്ന പോലെ തന്നെ കുറേ കാർഡ്സ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കി വിചാരിക്കുക അല്ലേ. നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ കാർഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാവുന്നുണ്ടായിരിക്കും കാർഡ്സ്. അപ്പോൾ ഈ കാർഡ്സ് ഉപയോഗിച്ചാണ് ഇങ്ങനെ കുറേ കാർഡ്സുകൾ ഇങ്ങനെ വെർട്ടിക്കലായി വെച്ചാണ് ഇങ്ങനെ എന്തുണ്ടാക്കിയത്, ഈ ഒരു ബീം ഉണ്ടാക്കിയത് സങ്കല്പിക്കുക. ഓക്കെ, പിന്നെ എന്താണ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക. ഇവിടെ ഇപ്പോൾ നേരത്തെ കേസ് പോലെ തന്നെ ഇവിടെ ഒരു പോയിൻ്റ് ലോഡ് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ഈ രണ്ടിൽ പോയിൻ്റ് ലോഡ്. അപ്പോൾ എന്തെങ്കിലും ഒരു ലോഡ് വരുന്ന സമയത്ത് എന്തായിപ്പോൾ ആ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ ഈ ഒരു ബീമിൻ്റെ അല്ലേ ലോഡ് വരുന്ന ഡയറക്ഷൻ ഇതാണ് അല്ലേ, പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ലോഡ് വരുന്നത് അല്ലേ. ഏതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ? ഈ ബീമിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് വരുന്നത്, അവിടെ ഫോഴ്സ് വരുന്നത് അല്ലെങ്കിൽ ലോഡ് വരുന്നത് അല്ലേ. ഈ ബീമിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ആണത്. ആ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് വരുന്നു, ലോഡ് വരുന്നു. അപ്പോൾ അങ്ങനെ ലോഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോഴ്സ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഈ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഈ ഒരു ഓരോ ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യും, ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് കുറുകെയുള്ള ഓരോ ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യും, ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ആ ഫോഴ്സിനാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഓപ്പോസിറ്റ് നേച്ചറിൽ കൊടുക്കുന്ന ഫോഴ്സിനാണ് അവിടെ ഷിയർ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഫോഴ്സ് കൂടുന്തോറും അല്ലെങ്കിൽ ലോഡ് കൂടുന്തോറും എന്തായിരിക്കും, ഈ ഒരു കാർഡുകൾ സ്ലൈഡായിട്ട് പോയി അവിടെ ഒരു ഷിയർ ഫോഴ്സ് ഫെയിലിയർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ കാണുന്ന പോലെ തന്നെ ആ ബീം ഫൈനലി എന്തായി പോകണം, ബ്രേക്കായി പോകണം അല്ലേ. അതായത് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് ഇങ്ങനെ ഓരോരോ കാർഡുകൾ അടുക്കി വെച്ചാണ് ഇത് ഉണ്ടാക്കി വിചാരിക്കുക. അപ്പോൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ ഒരു കാർഡിനെ വലുതാക്കി വരയ്ക്കുകയാണ്, രണ്ട് കാർഡിനെ വലുതാക്കി വരയ്ക്കുകയാണ്.
ഇവർ തമ്മിലിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അല്ല ഇവിടെ ഒരു 3 കാർഡിനെ ഒരുമിച്ച് വരയ്ക്കുകയാണ്. എന്ത് ചെയ്യാണ്, ഈ കാർഡിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇവിടുന്ന് ഫോഴ്സ് വരുമ്പോൾ എന്തായിരിക്കും, ഇതിനിടയ്ക്ക് സ്ലൈഡിങ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഷിയർ ഫോഴ്സിനെ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സിനെ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞ പോലെ തന്നെ ദ ഓൾജിബ്രൈക് സം ഓഫ് ദ ഫോഴ്സസ് ആണ് അല്ലേ, ഫോഴ്സസ് ആക്ടിങ് ടു ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ. അപ്പോൾ നമ്മൾ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓഫ് സെക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ട് ബീം ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 2 സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും സിംപ്ലി സപ്പോർട്ട് ബീം ആകുമ്പോൾ. ഇനി ഇവിടുന്ന് ലോഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ലോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതാണ്, ഇത് റൈറ്റ് സൈഡാണ്. ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ആ ഒരു ഇപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു ഡാറ്റമായി എടുക്കാൻ പോകുന്നപ്പോൾ ഇവിടെ വരുന്നൊരു ആക്സിസ് എടുക്കുന്നത്, ഇതൊരു എക്സ് എന്ന് പറയുന്ന ഒരു ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അവിടുത്തെ ഷിയർ ഫോഴ്സ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ എക്സ് എന്ന് പറയുന്ന ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള എല്ലാ ഫോഴ്സുകളുടെയും ഓൾജിബ്രായിക് സമ്മിനെയാണ് നമ്മൾ അവിടുത്തെ ഷിയർ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ബീമിന് ഫെയിലിയർ സംഭവിക്കും. ബീം ബ്രേക്കായി പോകാനുള്ള, ഇതേപോലെ ബീം ബ്രേക്കായി പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ടൈമാണ് ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമായിരിക്കും മൊമെൻ്റ് എന്നുള്ള ടൈം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. മൊമെൻ്റ് എന്ന് പറയുന്നതാണ്, അത് നമുക്കറിയാം. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു ലിവറാണെന്ന് വിചാരിക്കാം. നമ്മൾ ആ ലിവറിൻ്റെ ഈ ഒരു എൻഡിലോ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഒരു എൽ ഡിസ്റ്റൻസ് വിചാരിക്കുക, ലെങ്ത്ത് എല്ലാം വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ മൊമെൻ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഈ ഫോഴ്സ് ഇൻറ്റു ഇവിടേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് പി ഇൻറ്റു എൽ, അതാണ് ശരിക്കും മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ ബീമിൻ്റെ കേസിലൊന്നും ഉണ്ടായിരിക്കും നേരത്തെ പഠിച്ച ഒരു ഷിയർ ഫോഴ്സിനെ പോലെ തന്നെ ആ ഒരു ലോഡ് കാരണം മൊമെൻ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അത് ബെൻഡായി പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആ ക്യാൻലിവർ ബീം ഇങ്ങനെ ബെൻഡായി പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബെൻഡിങ് ഫെയിലിയർ വരാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ആ നേരത്തെ നമ്മൾ ഷിയർ ഫോഴ്സ് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ആക്സിസിന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ മൊമെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഓൾജിബ്രായിക് സം ഓഫ് മൊമെൻറ്റ്സിനാണ് നമ്മൾ അവിടുത്തെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, ദ ഓൾജിബ്രായിക് സം ഓഫ് ദ മൊമെൻറ്റ്സ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ടു ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഈസ് കോൾഡ് ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുക, ഫിഗറിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കാൻലിവർ ബീമാണ് ഇങ്ങനെ ബെൻഡായിട്ട് നോക്കുക, ഇവിടെ കാണുന്ന പോലെ ബെൻഡായിട്ട് ഫെയിലിയർ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റും കൂടിക്കഴിഞ്ഞാൽ ഇതേപോലെ ബീമിന് ഫെയിലിയർ സംഭവിക്കും. അപ്പോൾ നമുക്കിനി ഈ ഒരു സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിക്കേണ്ടായിരിക്കുക വ്യത്യസ്ത തരത്തിലുള്ള, അതായത് നമുക്ക് കാൻലിവർ ബീമിൻ്റെ കേസും അതുപോലെ സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ കേസുമാണ് വരുന്നത്. അതിൽ തന്നെ കാൻലിവർ ബീമിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു ഫ്രീ എൻഡിൽ പോയിൻ്റ് ലോഡ് കൊടുക്കുന്നതും അതുപോലെ തന്നെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അഥവാ UDL കൊടുക്കുന്നതും, അതേപോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എന്താ പറയുക പോയിൻ്റ് ലോഡുകൾ കൊടുക്കുന്നതും, ചിലപ്പോൾ മിഡ് പോയിൻ്റ് ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസൊക്കെ മാറിയിട്ടായിരിക്കും പോയിൻ്റ് ലോഡ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ UDL അഥവാ യൂണിഫോംലി വാരിങ് ലോഡ് കൊടുക്കുന്ന കണ്ടീഷൻസൊക്കെയാണ് നമുക്ക് ഈ ഒരു സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂ പഠിക്കാണ്ടായിരിക്കും. അപ്പോൾ ഇതിന് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസാണ് നമുക്ക് കൂടുതലായിട്ടും സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കിപ്പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, നമ്മളിനി അതിൽ വരുന്ന ഫസ്റ്റത്തെ സിലബസിൽ വരുന്ന നമ്മുടെ കാൻലിവർ ബീമിൻ്റെ കേസാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ എക്സ്പ്ലനേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്ക് മൊത്തം കംപ്ലീറ്റ് ആക്കിയതാണ്. ഇനി നമുക്ക് നോക്കാൻ ബാക്കിയുള്ളത് താഴെ വരുന്നതാണ്, അതായത് കാൽക്കുലേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കാൻലിവർ വിത്ത് പോയിൻ്റ് ലോഡ്സ് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ കാൻലിവർ വിത്ത് UDL വരുന്നുണ്ട്, പിന്നെ സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് പോയിൻ്റ് ലോഡും അതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് UDLും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോയിൻ്റ് ലോഡിൻ്റെയും UDLൻ്റെയും ഒരു കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസാണ് മിക്കവാറും ക്വസ്റ്റ്യൻസായിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ,
ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവുണ്ടോ, ഇതെല്ലാം 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഇവിടെ ചോദിച്ചുള്ളത് ആ ഒരു നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കിലെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസാണ്. നോക്കിയാൽ മനസ്സിലാവും. ആ കോമ്പിനേഷനാണ് സിംപ്ലി സപ്പോർട്ട് ബീമിൽ കണ്ടോ, അവിടെ UDLും കാണിച്ചിട്ടുണ്ട്, പോയിൻ്റ് ലോഡും കാണിച്ചിട്ടുണ്ട്. അതേപോലെ കാൻലിവർ ബീമിൽ ഒരു പോയിൻ്റ് ലോഡും കാണിച്ചിട്ടുണ്ട്, UDLും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, ഇവിടെയും സെയിം അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടും പ്രോബ്ലംസാണ് ചോദിച്ചുള്ളത്. രണ്ടും ഒന്ന് സിംപ്ലി സപ്പോർട്ട് ബീമും ഒന്ന് കാൻലിവർ ബീമുമാണ്. ഇവിടെ രണ്ടും പോയിൻ്റ് ലോഡാണ്, ഇവിടെ രണ്ടും പോയിൻ്റ് ലോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബീമിനെ കുറിച്ചും ടൈപ്സ് ഓഫ് ബീമിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ടൈപ്സ് ഓഫ് സപ്പോർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ലോഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയാണ് പറഞ്ഞു നിർത്തിയുള്ളത്. ഇനി എന്താണ് ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്കിതിനെക്കുറിച്ച് ഷിയർ ഫോഴ്സ് ഡയഗ്രം അതുപോലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ആയിരിക്കും വരച്ച് പഠിക്കാനുണ്ടായിരിക്കാം. അപ്പോൾ നോക്കാം, എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് അലോങ് ദ ബീം ഈസ് കോൾഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രം. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഒരു കാൻലിവർ ബീമാണെന്ന് വിചാരിക്കുക. അത് കാൻലിവർ ബീമാണ്, ഇവിടെ ഇപ്പോൾ ഒരു ലോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓരോ സെക്ഷൻസിലും എന്തായിരിക്കും ഷിയർ ഫോഴ്സ് ക്രിയേറ്റ് ആവുന്നുണ്ടാവും അല്ലേ. ഇതിൻ്റെ ഓരോ സെക്ഷൻസിലും ഷിയർ ഫോഴ്സ് ക്രിയേറ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യും, ആ ഒരു വേരിയേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരേപോലെ തന്നെ ആയിരിക്കും ത്രൂ ഔട്ട്, ഈ ഒരു എൻഡ് തൊട്ട് ഈ എൻഡ് വരെ വരുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ അതിൽ വേരിയേഷൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വേരിയേഷനെ മനസ്സിലാക്കാനായിട്ട് ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ആ ഒരു ഷിയർ ഫോഴ്സിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം അഥവാ SFD എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം, അതായത് എന്തായിരിക്കും ത്രൂ ഔട്ട് ഓരോ പോയിന്റിലും എന്തായിരിക്കും ഓരോ ക്രോസ് സെക്ഷനിലും ബെൻഡിങ് മൊമെൻറ്റ് മാറി വരാനോ അല്ലെങ്കിൽ വേരിയേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വേരിയേഷനെ ഓരോ പോയിന്റ് വെച്ച് കൃത്യമായിട്ടും ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രമാണ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം എന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ടായിട്ട് BMD എന്നും അതുപോലെ തന്നെ SFD എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഓരോ സെക്ഷനിലുള്ള ആ ഒരു വേരിയേഷനെ എന്ത് ചെയ്യുക റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രമാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം അഥവാ SFD, അതുപോലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം അഥവാ BMD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് കേസിൽ ജസ്റ്റ് നമുക്ക് കാൻലിവറിൻ്റെ കേസ് നോക്കാം. ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് ഒരു കാൻലിവർ ബീം ഇവിടെ അല്ലേ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാൻലിവർ ബീമാണ്. ആ കാൻലിവർ ബീമിൻ്റെ എൻഡിലായിട്ട് ലോഡ് കൊടുത്തിരിക്കുന്നത് കാണുന്നുണ്ടായിരിക്കും. P എന്ന് പറയുന്ന ലോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത്ത് L കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ കാൻലിവർ ബീമിൽ ഫ്രീ എൻഡിൽ പോയിൻ്റ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ ആ ഒരു അല്ലെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഷിയർ ഫോഴ്സിൻ്റെ ഡയഗ്രം അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ SFD ഷിയർ ഫോഴ്സ് ഡയഗ്രം, BMD ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കിട്ടിയുള്ളത് നോക്കാം, എങ്ങനെയാണ് ഈ ഒരു ഫിഗർ വന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഷിയർ ഫോഴ്സ് എന്താണെന്നും ബെൻഡിങ് മൊമെൻറ്റ് എന്താണെന്നും മനസ്സിലാക്കി, അതുപോലെ ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്താണെന്നും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം എന്താണെന്നും മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ ചെറിയൊരു ടോപ്പിക്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓൾജിബ്രൈക് സം ഓഫ് ദ ഫോഴ്സസ് ആക്ടിങ് ടു ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് എ ബീം സെക്ഷൻ ഈസ് നോൺ ആസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ പറയാൻ പറ്റും. എന്താണ് നമ്മൾ പറഞ്ഞു, ഷിയർ ഫോഴ്സ് ആണ് അല്ലേ. ദ ഓൾജിബ്രൈക് സം ഓഫ് ദ ഫോഴ്സസ് ആക്ടിങ് ടു ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് എ ബീം സെക്ഷൻ ഈസ് നോൺ ആസ് ദ ഷിയർ ഫോഴ്സ് ആണ്. പിന്നെ ദ റിലേഷൻ ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ നമ്മൾ പറയാനായിട്ടില്ല, നമുക്ക് അടുത്ത ടോപ്പിക്ക് പറഞ്ഞ ശേഷം ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടി. പിന്നെ ഡ്രോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഓഫ് എ ബീം ഓഫ് സ്പാൻ ലെങ്ത്തിൽ പോയിൻ്റ് ലോഡ് അറ്റ് മിഡ് പോയിൻ്റ്. ഓക്കെ, ഇത് നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാനുള്ളതാണ്, നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. അതും SSBയിൽ വരുന്ന UDL കൊടുക്കുന്ന കേസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് പിന്നെ പ്രോബ്ലമാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഡിഫൈൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെയാണ്, മേലുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെയാണ്. അപ്പോൾ ഇവിടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ
നമ്മളിപ്പോൾ പഠിച്ച ടേമാണ് ചോദിച്ചുള്ളത്. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും എന്താ ഡിഫൈൻ ചെയ്യാം. പിന്നെ ചോദിച്ചുള്ള 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ ബെൻഡിങ് ഡയഗ്രാം ഓഫ് എ കാൻലിവർ ബീം ഓഫ് ലെങ്ത് എൽ വിത്ത് എ പോയിൻറ്റ് ലോഡ് ഡബ്ല്യു അറ്റ് ഇറ്റ്സ് എൻഡ്. ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് കാണിച്ചുള്ളൊരു ഫിഗർ ഉണ്ട് അല്ലേ, അതായത് നമ്മുടെ യു ഡി എല്ലിൽ പോയിൻറ്റ് ലോഡ് വരുന്ന കേസിൽ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ BMD ആണ് വരയ്ക്കാൻ പറഞ്ഞത് അല്ലേ. നിങ്ങളത് ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ SFD വരുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പും BMD വരുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പുമാണ്. അത് ജസ്റ്റ് നമുക്കിനി അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ആ ഒരു ടോപ്പിക് ഒന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളിലെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, നമുക്ക് ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇത് നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളത് മനസ്സിലാക്കി. 3 3 6 മാർക്കായി. ഇത് പഠിച്ചാൽ നമുക്ക് ഈ ഒരു ടോപ്പിക് പഠിച്ചാൽ നമുക്ക് അടുത്ത 9 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 3 മാർക്കിൻ്റെ 9 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും 3. പിന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റിയാൽ 7 മാർക്കായി. പിന്നെ 2 മാർക്കും 9ഉം 7ഉം 16ഉം 2 18 മാർക്കോളം നമുക്ക് SOMൽ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ട്. ഇനി ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഈ 2 മാർക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ നോക്കിയതാണ്. പിന്നെ ഈ 2 ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. കളർ മാറ്റി ചെയ്ത് ഡിസ്ക്രൈബ് ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും 3 മാർക്ക്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ആണ് കാൻലിവർ ബീം, അതുപോലെ തന്നെ ഫിക്സഡ് ബീം വിത്ത് ഡയഗ്രാം അല്ലേ. കാൻലിവർ ബീമും ഫിക്സഡ് ബീമും ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ 7 മാർക്കിൻ്റെ 2 പ്രോബ്ലംസാണ്, നമുക്കത് വഴി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്താണെന്നും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്താണെന്നും മനസ്സിലാക്കി. നമുക്കിനി പഠിക്കാനുള്ളത് ഈ ഒരു കാര്യങ്ങളാണ് കേട്ടോ. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ കേസുകൾ പഠിക്കുക, ശേഷം ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.